ചേട്ടൻ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. ശരിയാ പോയി നമ്മൾ നേരെ വരുമല്ലോ. ഇപ്പൊ മുന്നോട്ട് കാണാനില്ല. പക്ഷെ സൈറൻ ചേട്ടന്റെ സൗണ്ട് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുവാണല്ലോ. എന്നാൽ നമുക്ക് വേഗം തിരിച്ചു പോവാം. വെള്ളം എടുക്കാൻ സമയമില്ല. അമ്മ ഞാൻ വെള്ളം എടുത്തായിരുന്നു ചെറിയൊരു കുപ്പിക്കകത്ത്. എന്നിട്ടായി കേസിക്കകത്ത് വെച്ച്. ഇനി അതോട് നിൽക്കണ്ടല്ലോ. വേഗം നമുക്ക് പോവാം. അതെന്തോ അമ്മയെ കാട്ടി പറക്കുന്നത്. മോളെ ഒന്ന് വവ്വാൻ അതിന്റെ പറക്കുന്നേ. ഇപ്പൊ എല്ലാം മറന്നുപോയി. മോളെ വെള്ളം ഞാൻ കുറച്ചുകൂടെ എടുക്കണോ? വേണ്ടമ്മ, ഇപ്പൊ കുട്ടിന് കുടിക്കാനുള്ള വെള്ളം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ ഏതായാലും വെള്ളം കുടിച്ചായിരുന്നില്ല ആദ്യം വന്നപ്പോൾ തന്നെ. ഞാനും കുറച്ച് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത്രയും വെള്ളത്തിന് ആവശ്യമുള്ളൂ. ഇനി നമുക്കിനി പെട്ടെന്ന് പോകാൻ നോക്കാം. അയ്യോ മോളെ, നിന്റെ പുറകെ സൈറൻ കേട്ട് നിൽക്കുന്നു. അയ്യോ അമ്മ, ഇനി നമ്മൾ എങ്ങോട്ട് പോകും? അയ്യോ അമ്മ, നമ്മുടെ നേരെ വരുവാ. ഓടിക്കും മോളെ. സൈറൻ കേട്ട് നമ്മളെ കൊല്ലുന്നതിനേക്കാൾ നല്ലതാ വെള്ളം കുടിച്ചാവുന്നതാ. ഒന്ന് നോക്കട്ടെ മോളെ, വെള്ളത്തിലോട്ട് എടുത്ത് ചാടിക്കോ. അമ്മ പേടി, അമ്മ വെള്ളത്തിൽ ചാടാൻ. നീ ഒരു ചാടല്ലെങ്കിൽ നമ്മളെ സൈറൻ കേട്ട് വാങ്ങ വരുത്തും. അയ്യോ അമ്മ, എടുത്ത് ചാടി വെള്ളത്തില്. മോളെ നീ ചാടും മോളെ, നിന്റെ നേരെ ബാക്കി നിൽപ്പുണ്ട് സൈറൻ കേട്ട്. അയ്യോ മോളെ, നിനക്ക് നീന്തൽ അറിയാമല്ലോ, നീ നീന്തിക്കോ. അയ്യോ അമ്മ, ഓടി ഓടി എനിക്കിനി വയ്യ. ഇനി നമുക്ക് കുറച്ചേരം ഇരിക്കാം അമ്മ ഇവിടെ. മോളെ എനിക്ക് പേടിയാ മോളെ ഇവിടെ ഇരിക്കാൻ. ആ സൈറൻ കേടാക്കി നമ്മുടെ പുറകെ തന്നെയുണ്ട്. അമ്മ എനിക്ക് വയ്യ അമ്മ, ഓടി ഓടി. ആ വെള്ളത്തിൽ കൂടെ നീന്തി നീന്തി നമ്മൾ ഇക്കരെ വന്നപ്പോ തന്നെ ഞാൻ തളർന്നു പോയി. എനിക്ക് വയ്യാതായി മോളെ. ആ നീന്തി നീന്തി കുറച്ചങ്ങനെ വലിയ ദൂരമായിരുന്നു. നമ്മൾ എത്ര ദൂരമാണ് നമ്മൾ നീന്തിയത്. ആ വലിയ പുഴ മൊത്തം നമ്മൾ നീന്തി ഇവരെ കടന്നില്ലേ. അമ്മ, നമ്മുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞല്ലേ, എനിക്ക് തണുക്കുകയും ചെയ്യുന്നു. നമുക്കായിരിക്കും എത്രയും പെട്ടെന്ന് ആ മാടത്ത് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറാം. ഡ്രസ്സൊക്കെ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. നീ ഇതിൽ വേഗം വരാൻ നോക്ക്. ഓ, ഏത് സമയത്ത് ഈ കാട്ടി വരാൻ തോന്നിയത്? ഈ അമ്മയുടെ ആന്റി കാരണം ഇതെല്ലാം പറ്റിയത്. നമ്മളിപ്പോ എത്ര ദൂരമായിട്ട് ഓടും അമ്മേ? പിന്നെ ഓടാൻ എന്ത് ചെയ്യണം? ആ സൈറത്തിന്റെ വായിക്കത്ത് പോയി വീഴണോ? എനിക്കിനി വയ്യമ്മ ഓടാന്. കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാം. പിന്നെ നീ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഞാൻ പോവാം. അമ്മേ നിക്കമ്മേ, നീ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാ. അയ്യോ അയ്യോ, എനിക്ക് ഓടി ക്ഷീണിച്ച് വയ്യ. എന്താ സൗണ്ട് കേട്ടത്? അയ്യോ വീണ് കിടക്കുന്നത്. കിങ്ങിണി എഴുന്നേക്ക്. അവളെ എഴുന്നേക്കാന്. ദൈവമേ, അവളാണെങ്കിൽ ഓടി ക്ഷീണിച്ചത് ബോധം കെട്ട് വീണാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കാൻ മതിയായിരുന്നു. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ ഞാൻ? ദൈവമേ, സൈറക്കേട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു വീണ്ടും. ഇങ്ങനെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ കാണുകയും ചെയ്തു സൈറക്കേട്ട് വന്ന്. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഈ മരത്തിന്റെ ബാക്കിൽ ഒളിക്കാം. ഇവളെ എടുത്തുകൊണ്ട് അവിടെ ബാക്കിൽ പോയിരിക്കാം. സൈറക്കേട്ട് എന്തായാലും ബാക്കി വന്ന് നിൽപ്പുണ്ട്. അയ്യോ, എന്നെ മോളെ കാണാൻ പറ്റുന്ന മതിയായിരുന്നു. അയ്യോ, ഞങ്ങളെ കിട്ടാത്തോണ്ടോ സൈറൻ ഹെഡ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഓ, സൈറൻ ഹെഡ് അങ്ങ് പോയെന്ന് തോന്നുന്നു. വെള്ളം കുഴഞ്ഞ് മോളെ ഇനി എണീപ്പിച്ച് കൊണ്ടുപോകാൻ കാര്യങ്ങളെ. ഇതെന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ എത്തിയോ? അതെന്താ ഇവിടെ കത്തുന്നത്? ഇപ്പൊ ഒരു സൈറൻ ഹെഡ് വന്നായിരുന്നു. എന്നിട്ടാണെങ്കിൽ നമ്മൾ ആ താമസിച്ച മാടത്തിനെങ്കിൽ തീയിട്ടിട്ട് പോയി. സൈറൻ ഹെഡ് വന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ അതിന് വെളിയിൽ ചാടി ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ അതിന്റെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് ഒളിച്ചിരിക്കുവായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ സൈറൻ ഹെഡ് അങ്ങ് വീണ്ടും തീ വെച്ചത്. ഞങ്ങൾ അതിന് വീട്ടിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ കത്തിപ്പോയനെ. അയ്യോ, ഭാഗ്യമായിട്ടല്ലേ നിങ്ങൾ ഈ വീടിന് പുറത്തിറങ്ങിയത്. ഇനി ഈ മാടോ ഇല്ല ഒന്നുമില്ല. ആ സൈറൻ ഹെഡ് എല്ലാം തീയിട്ട്. നിങ്ങൾ പിന്നെ എന്ത് ധൈര്യത്തിന് ഇവിടെ കയറി നിൽക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പാടില്ലായിരുന്നോ? ഞങ്ങൾ അങ്ങ് പോയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടേനെ? നിങ്ങളെ കാണാത്തല്ലോ ഞങ്ങൾ ഇവിടെ നിന്നത്. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് വന്നല്ലോ. ഇനി നമുക്ക് അതിന് സമയം കളയാൻ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. വെള്ളം ഉണ്ടടാ, എന്റെ കയ്യിലുണ്ട്. എന്നാ നീ കുടിക്കുന്ന കുപ്പിക്കകത്ത് വെള്ളം തരാം. ഇന്നത്തെ നിങ്ങൾ വെള്ളം എടുക്കാൻ പുഴ ഇറങ്ങിയപ്പോ വീണോ പുഴയില്? ഞങ്ങളാണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി ആ പുഴയിൽ പോയി നിന്നപ്പോഴാണെങ്കിലേ ആ പുഴയുടെ അക്കരയിൽ നിന്നാണെങ്കിൽ ഇത് സൈറൻ ഹെഡ് വരുന്നത് കണ്ട്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഓടാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ കുറേ വവ്വാൽ അടക്കണമെന്ന് പറഞ്ഞ്. പിന്നെ നോക്കിയപ്പോൾ നേരെ ബാക്കിലാണെങ്കിൽ ആ സൈറൻ ഹെഡ് വന്ന് നിൽക്കുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒന്നും നോക്കിയില്ല, പുഴയിലോട്ട് എടുത്ത് ഒറ്റ ചാട്ടം. അങ്ങനെ ഞങ്ങളുടെ ഈ ഡ്രസ്സ് നനഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്ര ദൂരം പോയെന്നറിയോ നീന്തി? ഞങ്ങളാണെങ്കിൽ ഒരുപാട് ദൂരം നീന്തിയിട്ടാണ് ഇക്കരെ വന്നത്. അയ്യപ്പോൾ സൈറൻ ഹെഡ് നിങ്ങളെ കണ്ടില്ലേ? ഞങ്ങളെ ഇടയ്ക്ക് കാണുമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി താഴും. എന്നിട്ട് ആ സൈറൻ ഹെഡ് പോകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ തല വെക്കും. അങ്ങനെ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വന്നോണ്ടെന്നെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായി. പിന്നെ ഞാനെങ്കിൽ ബോധം കെട്ട് വീണ്. അപ്പോൾ എനിക്ക് അവിടെ ബോധം കെട്ട് വീണപ്പോഴെങ്കിൽ പിന്നെ സൈറൻ ഹെഡ് വന്ന്. പിന്നെ അമ്മയെങ്കിൽ എന്നെ ഒരു മരത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഒളിപ്പിച്ച് വെച്ച്. പിന്നെ ആ സൈറൻ ഹെഡ് ഞങ്ങൾ നോക്കിയിട്ട് അവിടെ കണ്ടില്ലല്ലോ. പിന്നെ തിരിച്ചങ്ങ് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ കിട്ടാത്തതിന് ദേഷ്യത്തിലായിരിക്കും ഈ മാടത്തിൽ വന്ന് തീ വെച്ചത്. അതെ അതെ, ഞങ്ങളെ കിട്ടാത്തതിന് ദേഷ്യത്തിന് ഈ മാടത്തിൽ വന്ന് തീ വെച്ചത്. പക്ഷെ ഞങ്ങളെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് ആ സൈറൻ ഹെഡിനെ അറിയത്തില്ലായിരുന്നു. ഞങ്ങളെങ്കിൽ എന്തായാലും ചാടി വെളി ഇറങ്ങിയിട്ട് രക്ഷപ്പെട്ടത്. ഇനി വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ഇതുവഴി പോകാൻ. അല്ലെങ്കിൽ നമ്മളെ എപ്പോൾ വേണമെങ്കിലും ആ സൈറൻ ഹെഡ് പിടികൂടും. ആ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന് നമ്മൾ രക്ഷപ്പെടും. ഫോറസ്റ്റ് ഓഫീസിലോട്ട് ഒരുപാട് ദൂരം ഉണ്ടോ ആൻറ്റി? ആ, കുറച്ചധികം ദൂരമുണ്ട്. എന്ന് നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ശരി അമ്മേ. പോകുന്ന വഴിക്ക് നമ്മളെങ്ങനെ ആ സൈറൻ ഹെഡ് പിടികൂടുമെന്ന് എനിക്ക് പേടി.
പേടിക്കണ്ട, നമ്മൾ രക്ഷപ്പെടുമെന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് ധൈര്യം എല്ലാം സംഭരിച്ച് നമുക്ക് പോകാം. ശരി, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയല്ലേ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഈ കാട്ടിൽ കിടക്കാൻ പറ്റുമോ ഇനി കാട്ടുപന്നികളും ആ സൈറൻ ഹെഡ് ആയാലും ഇനിയും വരും. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എവിടെ കിടക്കും? ഇപ്പം ഈ ഉള്ള മാടം അയ്യെ തീയിട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം, വാ.